ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടിയ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിഷയവുമായി ബന്ധപ്പെട്ട സബ്മിഷൻ സഭയിൽ അവതരിപ്പിക്കും മുൻപാണ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാർ തടിയൂരിയത്. CPM നേതാവ് പി. ജയരാജൻ അംഗമായ ജയിൽ ഉപദേശക സമിതിയാണ് ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട ശുപാർശ തയ്യാറാക്കിയത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ബിജി അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഷന് മുഖ്യമന്ത്രി ഉത്തരവിട്ടത്. ശിക്ഷ ഇളവിനുള്ള നീക്കം രേഖകൾ സഹിതം പുറത്തുവന്നിട്ടും അവസാന നിമിഷം വരെ ന്യായീകരിക്കാനും പ്രതിരോധിക്കാനുമാണ് പാർട്ടിയും സർക്കാരും ശ്രമിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനുള്ള പട്ടികയിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെയും ഉൾപ്പെടുത്തിയിരുന്നു. ശിക്ഷാ ഇളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികൾക്ക് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്തിലാണ് ടി.പി. വധക്കേസിലെ 4ാം പ്രതി TK രജീഷ്, 5ാം പ്രതി മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരുടെ പേര് ഉൾപ്പെട്ടത്. ജയിൽ ഉപദേശക സമിതിയാണ് പ്രതികളുടെ പട്ടിക തയ്യാറാക്കിയത്. എന്നാൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം ഹൈക്കോടതി വിധിയെ മറികടക്കുന്നതാണെന്നാണ് വിമർശനം ഉയർന്നിരുന്നത്. ശിക്ഷാ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് വിട്ടയക്കാൻ സർക്കാർ ആലോചിച്ചതെന്നാണ് ഉത്തരവിനെ വിവാദത്തിലാക്കിയത്. പ്രതികളുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ശിക്ഷ വർദ്ധിപ്പിച്ച ഹൈക്കോടതി 20 വർഷം വരെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് പാടില്ലെന്നും വിധിയെയായിരുന്നു ഉദ്യോഗസ്ഥർ മറികടന്നത്. CPM വിട്ട് RMP എന്ന പാർട്ടി രൂപീകരിച്ച ടി.പി. ചന്ദ്രശേഖരനെ 2012 മെയ് 4-നാണ് ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. CPM-ൽ നിന്ന് വിട്ടുപോയി തന്റെ നാടായ ഒഞ്ചിയത്ത് RMP എന്ന പേരിൽ പാർട്ടി ഉണ്ടാക്കിയതിനുള്ള പകയിൽ CPM-കാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അതേസമയം വിഷയത്തിൽ സ്പീക്കർ AN ഷംസീറും വിഷയത്തിൽ പ്രതിരോധത്തിലായി. ടി.പി. കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ താൻ അടിയന്തര പ്രമേയം അനുവദിക്കാത്തതെന്ന് സ്പീക്കറുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.